ഗാസ സിറ്റിയിലേക്കുള്ള കരയുദ്ധം ഇസ്രായേൽ ആരംഭിക്കാനിരിക്കെ ഗാസയിൽ നിന്നും ഹമാസിനെതിരെ ജനങ്ങളുടെ സമ്മിശ്ര പ്രതികരണം. ഗാസയിലെ സാധാരണ ജനങ്ങളുടെ അതിദുരിതവും നിരാശയും വർദ്ധിച്ചു വരികയാണെന്ന റിപ്പോർട്ടുകളാണ് ചില അന്തർദേശീയ മാധ്യമങ്ങളിലൂടെ പുറത്തുവരുന്നത്. ഗാസയിലെ നിരവധി പേർ ക്യാമറയ്ക്ക് മുൻപിൽ ഹമാസ് നേതൃത്വത്തോടുള്ള അമർഷവും ഭാവിയുടെ ഭയം പ്രകടിപ്പിച്ചു രംഗത്ത് വരികയാണ്. ഇസ്രായേലി മാധ്യമമായ ചാനൽ 12 പുറത്തുവിട്ട റിപ്പോർട്ടിലാണ് ഗാസൻ ജനതയുടെ പ്രതികരണം പുറത്തുവന്നത്. 40 വർഷമായി ഇസ്രായേലിന് അണുവായുധമുണ്ടെന്ന് കേട്ടുവരുന്നതായി. അപ്പോൾ ഒരു ആണവ മിസൈൽ ഞങ്ങളിലേക്ക് എറിഞ്ഞ് എല്ലാം അവസാനിപ്പിക്കട്ടെ, മതി, ഇനി സഹിക്കാൻ കഴിയുന്നില്ല, ഞങ്ങൾ പൂർണ്ണമായും നിരാശരാണെന്നും ഒരാൾ പറയുന്നു. മഹ്മൂദ് എന്ന പേരിലുള്ള ഒരാൾ പറഞ്ഞ പ്രതികരണമാണ്: എന്റെ കുട്ടികൾക്കും കുടുംബത്തിനും ഗാസയിൽ ഇനി ഭാവിയില്ല. അതിനാൽ ഞങ്ങൾക്ക് വേറെ എവിടേക്കെങ്കിലും കുടിയേറ്റം നടത്തണം. അതിന് വഴിയൊന്ന് തുറക്കുമെങ്കിൽ ആദ്യം പോകുന്നവൻ ഞാനായിരിക്കും. കഴിഞ്ഞ 2 വർഷമായി വീടൊന്നുമില്ല. പലതവണ ടെന്റുകൾ കെട്ടി താമസിക്കേണ്ടി വന്നു. ഈ കാലയളവിൽ ഹമാസും ഞങ്ങളെക്കുറിച്ച് ശ്രദ്ധിച്ചില്ല. വിശപ്പും വേദനയും അപമാനവും ദാരിദ്ര്യവുമാണ് ഞങ്ങളുടെ അനുഭവമെന്നും അദ്ദേഹം പറയുന്നു. ജീവിതം വിലപ്പെട്ടതാണ്, അതിനാൽ കുടിയേറ്റത്തിനും തയ്യാറാണെന്നും ചിലർ അഭിപ്രായപ്പെട്ടപ്പോൾ, എന്നാൽ ചിലർ IDF മുന്നറിയിപ്പ് നൽകിയാലും ഗാസ സിറ്റിയിൽ നിന്ന് പോകില്ലെന്ന് വ്യക്തമാക്കി.